നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ വീട്ടിലോട്ട് പോയാൽ ശരിയാവില്ല. ഇവിടെ ഒരു പണി കൂടി പണിതിട്ട് പോവാം. അല്ല, വസന്തേച്ചി പോയില്ലേ? യാത്ര ചോദിച്ചിറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നത് എന്തിനാ? അങ്ങനെ അങ്ങ് പോയാ ശരിയാവില്ല നാത്തൂനെ. അതെന്താ അങ്ങനെ? നമ്മുടെ വന്ദനയുടെ ഉള്ളിലിരിപ്പ് ഞാൻ മനസ്സിലാക്കി. അതെനിക്ക് എന്റെ മൂത്ത നാത്തൂനോടെങ്കിലും ഒന്ന് പറയണോന്ന് തോന്നി. വന്ദനയുടെ മനസ്സിലിരിപ്പോ? ആ ഇപ്പൊ നാത്തൂ മാത്രമല്ലേ ഉള്ളൂ. ഒരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയാം. ദിയമോളുടെ ചികിത്സ എന്നൊക്കെ പറയുന്നതേ വന്ദനയുടെ നമ്പരാ. വെറും തട്ടിപ്പ്. ഡോക്ടർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടാവുന്നു നീ അവിടെ സംശയം പറഞ്ഞില്ലേ? അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്താ സംഭവിച്ചെന്ന് പറ. ദിയമോളുടെ ചികിത്സ എന്നൊക്കെ പറയുമ്പോ അമ്മ സഹതാപം കൊണ്ട് അങ്ങ് ഇളകും. അത് വന്ദനയ്ക്ക് നന്നായിട്ടറിയാം. അമ്മയുടെ കയ്യിൽ നിന്ന് ആഭരണം തട്ടിക്കൊണ്ടുപോയി വിറ്റ് ദൂരത്തടിക്കാനാ അവളുടെ നീക്കം. സ്വഭാവ ദൂഷ്യക്കാരി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇറങ്ങിയില്ലേ, അത് കള്ളമല്ല, പച്ച പരമാർത്ഥമാ. ഞാൻ നാട്ടിലൊക്കെ നൈസായിട്ടൊന്ന് അന്വേഷിച്ചു. പണം ദൂരത്തടിക്കലും അഴിഞ്ഞാട്ടമാണ് അവളുടെ മെയിൻ ലക്ഷ്യം. അതിന് നമ്മൾ തടയിട്ടില്ലെങ്കിലേ അമ്മയുടെ കയ്യിലിരിക്കുന്ന അവസാന തരി പൊന്നും അവള് കൂത്താണ് നശിപ്പിച്ചിരിക്കും. നീ എന്താ ഞെട്ടാത്തെ? അയ്യോ, ഞാൻ പലതവണ ഞെട്ടിക്കഴിഞ്ഞതാ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടത്. തന്നല്ലോ, ബോധ്യപ്പെട്ടല്ലോ. ഞാനിപ്പോ എഴുത്തു പിടിച്ചങ്ങ് വീട്ടിൽ പോയിരുന്നെങ്കിലേ ഈ രഹസ്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുമായിരുന്നോ? ഇപ്പൊ ഈ വസന്തയെ കുറിച്ച് എന്ത് തോന്നുന്നു നാത്തൂന്? കാരണം പോച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നു. നാത്തൂന് കഴിഞ്ഞ തവണ നിങ്ങൾ വന്നപ്പോഴേ എന്റെ ഭർത്താവിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ ഓതി കൊടുക്കുന്നത് കണ്ടു. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കാനുള്ള കുത്തിവെപ്പായിരുന്നു എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഈ കുടുംബം തകർത്തിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ ചേച്ചി? ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ ഈ പറയുന്നതൊക്കെ. എന്നിട്ട് പഴിയാണല്ലോ എന്റെ ദൈവമേ. അഹങ്കാരി, എന്തിനാ ഇവള് കിടന്ന് മോങ്ങുന്നത്? അമ്മയുടെ പക്കലുള്ള സ്വർണത്തെ ചൊല്ലി തന്നെ. അത് മോഹിച്ചാണ് നിന്റെ കരച്ചിലെങ്കിൽ നീ കേട്ടോ. കല്യാണം നടക്കാൻ ഇനി വന്ദന മാത്രമേ ഇവിടെ ഉള്ളൂ. എന്റെ കയ്യിലുള്ള പൊന്ന് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. വസന്തയ്ക്കും വർഷയ്ക്കും കഴിവിന്റെ പരമാവധി ഇവിടെ പണവും സ്വർണവും ഒക്കെ തന്നു കഴിഞ്ഞു. ഇനി ഒന്നും മോഹിച്ചിട്ട് കാര്യമില്ല. ഒന്നും തരികയില്ല. മനസ്സിലായോടി? സൂത്ര ഇങ്ങോട്ട് മാറിക്കേ, ഇങ്ങോട്ട് മാറിക്കേ. വെറുതെ ഇങ്ങനെ നിന്ന് പരദൂഷണം പറയാതെ പച്ചക്കറി അരിയടി. അരിയാനല്ലേ പറഞ്ഞേ? നിന്റെ അരിച്ചും തീരട്ടെ. എന്റെ ഈശ്വര, ഏത് സമയത്താണ് ഇങ്ങനെ നിന്നെ പ്രസവിക്കാൻ എനിക്ക് തോന്നിയത്? അതമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.